വാള മീനിനെ പിടിക്കണം കണ്ടിട്ടുണ്ടോ? അതിങ്ങനെ കുറേ നേരം അത് വിട്ട് ചൂണ്ട വിട്ട് കൊടുക്കും. അവസാനം ഒരു പിടി പിടിക്കും. അതിൽ പിന്നെ ഇറങ്ങൂല, നീ ജയിലിടിഞ്ഞാലും ഇറങ്ങൂല എന്ന് പറഞ്ഞു. അത് വ്യക്തമായിട്ട് സുഗതൻ കോടതിയിൽ പറഞ്ഞു. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏറ്റവും നിർണായകമായ ഒരു വാർത്തയിലേക്കാണ് പോകാനുള്ളത്. അതായത് സുഗതൻ കാപ്പ കേസ് പ്രതിയും അതുപോലെ തന്നെ തിരുവനന്തപുരം BJP കൗൺസിലറുമായ സുഗതൻ, അദ്ദേഹത്തിന് കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്ന ആവശ്യമായി പോലീസ് കോടതിയെ സമീപിച്ചിരുന്നു. എന്തായാലും 4 മണിക്കൂർ കസ്റ്റഡി നൽകിയിരിക്കുകയാണ് കോടതി. 4 മണിക്കൂറിനുള്ളിൽ കസ്റ്റഡി, അതിനുള്ളിൽ അന്വേഷണം നടത്തി തിരിച്ച് കോടതി ഏൽപ്പിക്കുക എന്ന നിർദ്ദേശമാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ കേസ് അന്വേഷിക്കുന്ന അന്വേഷണ സംഘത്തിന് പകരം ഈ ഒരു കേസ് മറ്റൊരു അന്വേഷണ സംഘത്തിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതായത് വട്ടിയൂർക്കാവ് SI-CI അവരുടെ ഒരു സാന്നിധ്യം ഇല്ലാത്ത ഒരു വിഭാഗത്തിന് നൽകിയിരിക്കുകയാണ്. അത്തരത്തിൽ നിർണായകമായ ഒരു തീരുമാനം കൂടി കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുകയാണ്. പ്രത്യേകിച്ച് സുഗതന് വേണ്ടി ഇത് കോടതിയിൽ ഹാജരായ അഡ്വക്കേറ്റ് രഞ്ജു, അദ്ദേഹം ഇപ്പോൾ മലയാളി വാർത്തയോട് പ്രതികരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. ഒരു ദിവസമല്ല, 4 മണിക്കൂർ കസ്റ്റഡിയെ കൊടുത്തിട്ടുള്ളൂ. 1:30 മണി മുതൽ 5:30 മണി വരെ. ചിലപ്പോൾ അതിനു മുമ്പ് അവർ തിരിച്ച് പ്രൊഡ്യൂസ് ചെയ്യും. SIക്കെതിരെ ആരോപണം, ഹരാസ്മെന്റ് ഉണ്ടായിരുന്നു. SI ഈ കസ്റ്റഡി വാങ്ങിക്കുന്നതിന്, കോടതി കസ്റ്റഡിയിൽ ആ SIക്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ SI മെഡിക്കൽ പരിശോധനയ്ക്ക് പോയ വാഹനത്തിൽ SI ഇടിച്ചു കയറി. വിയൂരിൽ നിന്ന് വന്ന് SI ഇറക്കിയിട്ട് ഇദ്ദേഹം കയറിയിട്ട് ഭയങ്കരമായിട്ട് ഹരാസ് ചെയ്തു. ആ കംപ്ലൈൻറ്റ് സുഗതൻ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. കോടതി ഇത് റെക്കോർഡും ചെയ്തിട്ടുണ്ട്. ആ കംപ്ലൈൻറ്റിൽ ഞങ്ങൾ പ്രൊസീഡ് ചെയ്യാൻ തന്നെയാണ് തീരുമാനം. അപ്പോൾ അങ്ങനെ ഹരാസ്മെൻറ്റ് കോടതി കൊടുക്കുന്നതിന് മുമ്പ് പോലും വീണ്ടും ഹരാസ് ചെയ്ത ആ ഓഫീസറുടെ കയ്യിൽ ഇയാൾ കസ്റ്റഡിയിൽ സുരക്ഷിതനല്ല എന്ന് കോടതിക്ക് തന്നെ തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ വേറൊരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറെ മാറ്റി അന്വേഷണത്തിനായിട്ടും കസ്റ്റഡി കൊണ്ടുപോകാനായിട്ടും വെച്ചിട്ടുണ്ട്. അല്ല, ഇതിലിപ്പം ബെയിൽ ആപ്ലിക്കേഷൻ ഓൾറെഡി ഫയൽ ചെയ്ത് കഴിഞ്ഞു. ആ ബെയിൽ ആപ്ലിക്കേഷൻ കഴിയുന്നതും ഇന്ന് കേൾക്കും, അല്ലെങ്കിൽ നാളത്തേക്കായിരിക്കും പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ കേട്ടില്ല. ഹരാസ് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു പോലീസുകാരൻ വിചാരിച്ചു കഴിഞ്ഞാൽ നിന്നെ ഇതുപോലെ കിടത്താൻ പറ്റും. അതിൽ കറക്റ്റ് പറഞ്ഞൊരു ഇത്, നീ വാള മീനിനെ പിടിക്കണം കണ്ടിട്ടുണ്ടോ? അതിങ്ങനെ കുറേ നേരം അത് വിട്ട് ചൂണ്ട വിട്ട് കൊടുക്കും. അവസാനം ഒരു പിടി പിടിക്കും. അതിൽ പിന്നെ ഇറങ്ങൂല, നീ ജയിലിടിഞ്ഞാലും ഇറങ്ങൂല എന്ന് പറഞ്ഞു. അത് വ്യക്തമായിട്ട് സുഗതൻ കോടതിയിൽ പറഞ്ഞു. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ BP പെട്ടെന്ന് ഷൂട്ടപ്പായി ആശുപത്രിയിൽ പോയിട്ട് ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ടാണ് കൊണ്ടുവന്നത്. അതാണ് കൊണ്ടുവരാൻ പോലും താമസം വന്നത്. തീർച്ചയായിട്ടും പോലീസിനെതിരെ നടപടി, അതാണല്ലോ കംപ്ലൈൻറ്റ്. കോടതി സോമോട്ടോ ആ കംപ്ലൈൻറ്റ് വാങ്ങിച്ചത്. ഇനി അതിന്മേൽ സാക്ഷികളെ കൊടുത്തിട്ട് അത് അവർക്കെതിരെ MC പ്രൊസീഡിങ്സ് എടുക്കും. ഇവർക്കല്ല, വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലെ ഒരു കേസിലാണ് കസ്റ്റഡി ചോദിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ വട്ടിയൂർക്കാവ് SI ആണ്. ആ SI ആണ് കോടതിയുടെ കോടതി SIക്ക് കസ്റ്റഡി കൊടുക്കുന്നതിന് മുമ്പേ അയാളുടെ കൂടെ മെഡിക്കൽ പരിശോധനയ്ക്ക് പോയിട്ട് ഹരാസ് ചെയ്യാൻ ശ്രമിച്ചത്. അങ്ങനെ ഹരാസ് ചെയ്യുന്ന ഒരു ഓഫീസറുടെ കയ്യിൽ ഒരിക്കലും കോടതി ഇത് വിട്ടുകൊടുക്കില്ല. വൈ ബിക്കോസ് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറയുന്ന പോലീസ് കസ്റ്റഡി എന്ന് പറയുന്നത് ഒരു വളരെ സെൻസിറ്റീവായിട്ടുള്ളതും സീരിയസ് ആയിട്ടുള്ള ജുഡീഷ്യൽ പ്രൊസീഡിങ്സ് ആണ്. അത് വളരെ അറ്റ്മോസ്റ്റ് റെസ്പോൺസിബിലിറ്റിയിൽ മാത്രമേ കോടതി നോക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ കയ്യിൽ സുഗതനെ വിട്ടുതരില്ല, വേറെ ആളെ കൊണ്ടുവരാൻ പറയും. തീർച്ചയായിട്ടും 100% വേട്ടയാടലില്ലേ. കാരണം ഈ കേസിൽ അക്യൂസിൻ്റെ പ്രതിഭാഗത്ത് നിന്നും ഞാനാണ് പ്രൊഡക്ഷൻ വാറണ്ട് ഇട്ടത്. ആക്ച്വലി ഇയാളെ അറസ്റ്റ് ചെയ്തത് 9-ാം തീയതിയാണ്, 9/6. അത് മാധ്യമങ്ങളെല്ലാം കാണിച്ചതാണ്. 9/6 രാത്രി അവിടെ വെടിവെച്ച് എടുത്തോണ്ട് പോണത്. എന്നിട്ട് അറസ്റ്റ് കാപ്പയിൽ റെക്കോർഡ് ചെയ്തേക്കുന്നത് 10/6 രാവിലെ 2:45 മണിക്കാണ്. മാത്രമല്ല, ഈ കേസിൽ, അതായത് ഇന്നിപ്പം ബെയിൽ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തിട്ടുള്ള ഒരു 110 കേസ്, പഴയ 308, ആ കേസിൽ ഹൈക്കോടതി 24-ാം തീയതി വരെ സുഗതന് സറണ്ടർ ചെയ്യാൻ സമയം കൊടുത്തിട്ടുണ്ടായിരുന്നു, എക്സ്റ്റൻഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്കാണ് പെട്ടെന്നൊന്ന് പിടിച്ചിട്ട് കൊണ്ടുപോയത്. അപ്പം കോടതി ഉത്തരവിനെ ഒരിക്കലും സുഗതൻ ലംഘിച്ചിട്ടില്ല. കോടതി ഉത്തരവ് 24-ാം തീയതി വരെ ഇരിക്കുകയാണ്. 9-ാം തീയതി വന്ന് ഇതുപോലെ കസ്റ്റഡി എടുത്തുകൊണ്ട് പോയത്.
വേട്ടയാടൽ തന്നെയാണ്. ആ കേസിൽ ഇതുവരെ, അല്ലെങ്കിൽ ഈ 2 കേസുകളുണ്ട് ജാമ്യം എടുക്കാൻ, ആ 2 കേസുകളിലും ഇതുവരെ പ്രൊഡക്ഷൻ വാറണ്ട് പോലും പോലീസിന്റെ ഭാഗത്തുനിന്ന് കൊടുത്തിട്ടില്ല. ശാരീരികമായ ഉപദ്രവം ഇല്ല, സുഗതൻ പറഞ്ഞു, അതൊന്നും ചെയ്തിട്ടില്ല. മാനസികമായിട്ട് എന്തായാലും നിന്നെ വിട ഉദ്ദേശിക്കുന്നില്ല, നീ അമ്മയ്ക്ക് നിന്റെ ഭാര്യയും മക്കളും കൊണ്ട് കേസ് കൊടുത്തല്ലോ, അവരും ഞങ്ങളുടെ അടുത്ത് തന്നെയാണ്, അതും അന്വേഷണത്തിന് വരേണ്ടത് എന്ന രീതിയിലൊക്കെയാണ് ഹരാസ്മെന്റ് നടത്തുന്നത്. അതെല്ലാം കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്, കോടതി റെക്കോർഡും ചെയ്തിട്ടുണ്ട്. ഇല്ല, കോടതി കസ്റ്റഡി കൊടുക്കുമ്പോഴേക്കും അയാളെ യാതൊരു തരത്തിലും ശാരീരികമായോ മാനസികമായോ പീഡിപ്പിക്കരുത്, കസ്റ്റഡി റിക്കവറി കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് കൊണ്ടുവരിക, ലാ ആൻഡ് ഓർഡർ ഒരു വയലേഷനോ ഒരു പ്രശ്നമോ ഉണ്ടാവരുത് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തു വിടുന്നത്. തീർച്ചയായിട്ടും അതിന് മെഡിക്കൽ റെക്കോർഡ്സ് അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് കണ്ടത്. ആ ഹൈക്കോടതിയിൽ പോലും ഇപ്പോൾ എക്സ്റ്റൻഷൻ ഓർഡർ ആക്ച്വലി 1-ാം തീയതി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് 2 പേർക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ടും ഒരാൾക്ക് സുഗതന്റെ ജാമ്യം നിരാകരിച്ചുകൊണ്ടും ഉത്തരവുണ്ടാകുന്നു. എന്നിട്ട് അതിൽ പാർട്ട്ലി അലോഡായിട്ടുള്ള ആ കേസിൽ സുഗതനോട് 7 ദിവസത്തിനകം എന്ന് പറഞ്ഞാൽ 1-ാം തീയതി അനുവദിക്കുന്നു, 8-ാം തീയതി വരെ സുഗതന് കയറാൻ അല്ലെങ്കിൽ ഹാജരാകാൻ സമയമുണ്ട്. അങ്ങനെ ഇരിക്കെ സുഗതന് ചിക്കൻ ബോക്സ് പിടിക്കുന്നു. 5-ാം തീയതി തന്നെ എൻ്റെ റെക്കോർഡ്സ് വെച്ച് അതേ കോടതിയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പെറ്റീഷൻ ഫയൽ ചെയ്യുന്നു. ഇപ്പോൾ പഴയതുപോലല്ല, ഇൻസ്ട്രക്ഷൻ ഓൺലൈനിലാണ് കൊടുക്കുന്നത്. സെക്കൻഡ്, മിനിറ്റ്, അവർ അത് വെച്ച് ആ ഇൻസ്ട്രക്ഷൻ പോയതാണ്. അത് പോയിട്ടും അത് മറച്ചു വെച്ചു. മാത്രമല്ല 9-ാം തീയതി അറസ്റ്റ് ചെയ്തിട്ടും കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയാണ്. അപ്പോഴുപോലും പോലീസുകാർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ പോലും അറിയിച്ചിട്ടുമില്ല ഇങ്ങനെ ഓൾറെഡി അറസ്റ്റഡ് ആണ്. എങ്കിൽ ഒരിക്കലും കോടതി ഒരു ആന്റിസിപ്പേറ്ററി ബെയിലാണ്, അതിന്മേലുള്ളൊരു എക്സ്റ്റൻഷൻ ഓർഡറാണ് ചോദിച്ചേക്കുന്നത്. പ്രീ അറസ്റ്റ് ബെയിലിൽ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ബെയിലിനെ പ്രസക്തി ഇല്ല. അപ്പം അതുപോലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോട് പോലും മറച്ചു വെച്ചിട്ടാണ് ഇവർ അറസ്റ്റ് ചെയ്തത് 9-ാം തീയതി. 10-ാം തീയതി ഇതൊന്നും അറിഞ്ഞുകൂടാതെ കോടതി 2 ആഴ്ചയും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് ഓർഡർ കൊടുക്കുന്നു. ഇപ്പോൾ 24-ന് തന്നെയാണ് അദ്ദേഹം സറണ്ടർ ചെയ്യാനുള്ള അവസാന ദിവസം. അന്ന് തന്നെയാണ് ഞങ്ങൾ പ്രൊഡക്ഷൻ വാറണ്ട് ഇടുകയും ചെയ്തത്. അല്ല, കോടതി ഇപ്പോൾ ഇയാളെ കസ്റ്റഡിയിലാണ് വിട്ടുകൊടുക്കുന്നത്. വെറും 4 മണിക്കൂറേ കസ്റ്റഡി കൊടുത്തിട്ടുള്ളൂ. രാവിലെ തന്നെ കസ്റ്റഡി കൊടുക്കുമായിരുന്നു, പക്ഷേ മെഡിക്കൽ പരിശോധന കഴിയാതെയാണ് പുള്ളിയെ കൊണ്ടുവന്നത്. അപ്പോൾ മെഡിക്കൽ പരിശോധനയ്ക്ക് വിട്ടു. ആ മെഡിക്കൽ പരിശോധനയ്ക്ക് വിട്ട സമയത്ത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങൾ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറായ വട്ടിയൂർക്കാവ് എസ്ഐയുടെ ഭാഗത്തുനിന്നുണ്ടായി. കോടതിയുടെ കസ്റ്റഡിയിലുള്ള ആളുടെ വാഹനത്തിലേക്ക്, മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുവന്ന വാഹനത്തിലേക്ക് അയാൾ ഇടിച്ചു കയറി, എന്നിട്ട് ഹരാസ് ചെയ്തു, പേഴ്സണലി മെന്റലി ഹരാസ് ചെയ്തു. അപ്പോൾ അതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് BP ഷൂട്ടപ്പായി, അവിടെ പിന്നെ ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് കോടതി കൊണ്ടുവന്നപ്പോഴേക്കും അയാൾ അതിൽ പരാതിയും പറഞ്ഞു. ആ പരാതി ബഹുമാനപ്പെട്ട കോടതി റെക്കോർഡ് ചെയ്തതിന് ശേഷം ആ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറെ അല്ലെങ്കിൽ വട്ടിയൂർക്കാവ് എസ്ഐയെ വിളിച്ച് നേരിട്ട് ചോദിക്കുകയും അദ്ദേഹത്തിന് കയ്യിൽ കസ്റ്റഡി സുഗതൻ തരില്ല, വേറെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ വേറെ ആളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കൊടുക്കാം എന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വേറൊരാളെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറെ മാറ്റി കൊണ്ടുവന്നത്. 4 മണിക്കൂർ കസ്റ്റഡി കൊടുത്തിട്ടുണ്ട്. 5:30 തിരിച്ച് ഹാജരാക്കും. അത് കഴിഞ്ഞ് ബെയിൽ ആപ്ലിക്കേഷൻ സമയമുണ്ടെങ്കിൽ ഇന്ന് കേൾക്കും, അല്ലെങ്കിൽ നാളത്തേക്കും.